പത്തനംതിട്ട ജിതിൻ കൊലപാതക കേസിൽ പ്രതികളുടെ RSS ബന്ധത്തിൽ തെളിവ് പുറത്തുവിട്ട ഡിവൈഎഫ്ഐ സംഘപരിവാർ ആശയം പ്രചരിപ്പിക്കുന്ന പ്രതി വിഷ്ണുവിന്റെ ചിത്രമാണ് പുറത്തുവിട്ടത്. കേസിൽ BJP RSS നേതാക്കളുടെ പങ്കുകൂടി അന്വേഷിക്കണമെന്ന് ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി ബി നിസാം ആവശ്യപ്പെട്ടു. ഇപ്പോൾ അവിടുത്തെ ഡിവൈഎഫ്ഐയുടെ യൂണിറ്റ് സെക്രട്ടറി ഒരു ആദിത്യ ശങ്കർ, പ്രസിഡന്റ് ദീപക്, ഇവർ 2021 ഡിവൈഎഫ്ഐയുടെ ഭാരവാഹികളായിരുന്നത് യൂണിറ്റ് സെക്രട്ടറിയായി ഒരു ജസീം ഷാജഹാൻ, മറ്റൊന്നുള്ളത് മനീഷ്. ഇപ്പോൾ 4 വർഷം മുമ്പുള്ളൊരു ഫോട്ടോ ആണ് ഇപ്പോൾ ഡിവൈഎഫ്ഐക്കെതിരായി വലിയ തോതിൽ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് ഈ കൊലപാതകത്തിൽ അതിൻ്റെ പിറകിൽ BJPയുടെയും RSSൻ്റെയും നേതാക്കളുടെ പങ്കുകൂടി അന്വേഷിക്കണം എന്ന് ഡിവൈഎഫ്ഐ ആവശ്യപ്പെട്ടിരുന്നു. ശ്രീകുമാരൻ ചേരുന്നുണ്ട് കൂടുതൽ വിശദാംശങ്ങളുമായി. ശ്രീജിത്ത്, ഈ സംഭവം നടന്നതിന് പിന്നാലെ ഇതിന്റെ തുടക്കത്തിൽ ഈ രാഷ്ട്രീയ കൊലപാതകമാണോ അല്ലയോ എന്നത് സംബന്ധിച്ച് വലിയ തരത്തിലുള്ള പ്രത്യാരോപണങ്ങളൊക്കെ ഉയർന്നിരുന്നു. ഇപ്പോൾ ഇതാ ഡിവൈഎഫ്ഐ കുറച്ച് തെളിവുകൾ, ഈ പ്രതികളുടെ BJP RSS ബന്ധം കൂടി പരിശോധിക്കണമെന്ന രീതിയിൽ കുറച്ച് തെളിവുകൾ പുറത്തുവിടുകയാണ്. എന്തൊക്കെയാണ് ഡിവൈഎഫ്ഐ പറയുന്ന കാര്യങ്ങൾ? ഡിവൈഎഫ്ഐ പ്രവർത്തകരായിരുന്ന അല്ലെങ്കിൽ ഡിവൈഎഫ്ഐ ഭാരവാഹികളായിരുന്ന 2 പേർ കേസിൽ പ്രതികൾ, അതായത് സുമിത്ത് 4ാം പ്രതി, അതുപോലെ തന്നെ 5ാം പ്രതി മിഥുൻ എന്നിവർ ഡിവൈഎഫ്ഐ ഭാരവാഹികളാണ്. അതുകൊണ്ട് തന്നെ ഇത് CPIM പ്രവർത്തകർ തമ്മിലുള്ള പ്രശ്നമാണെന്ന ആക്ഷേപമായിരുന്നു, അല്ലെങ്കിൽ ആരോപണമായിരുന്നു BJPയും അതുപോലെ തന്നെ ഒരു വിഭാഗം ആളുകളും ഉന്നയിച്ചിരുന്നത്. എന്തായാലും ഇത് തെറ്റാണ് എന്ന് തെളിയിക്കാൻ വേണ്ടിയുള്ള തെളിവുകളാണ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. ഈ 2 പേരും കൃത്യമായ രീതിയിൽ മുൻപ് ഡിവൈഎഫ്ഐ ആയിരുന്നു, RSS വിട്ട് മുൻപ് ഡിവൈഎഫ്ഐയിൽ ചേർന്നിട്ടുണ്ടായിരുന്നു. 2021 ശേഷം ഈ 2021 ശേഷം പിന്നീട് 3 മാസക്കാലം മാത്രമേ ഉണ്ടായുള്ളൂ. അതിനുശേഷം ഒരു ചിത്രം പോലും കാണാൻ കൃത്യമായ രീതിയിൽ കഴിയില്ല എന്നാണ് ഡിവൈഎഫ്ഐ നേതാക്കൾ പറയുന്നത്. കൂടാതെ പ്രധാന പ്രതി വിഷ്ണു ഒരു ആൾക്കും RSS ബന്ധമില്ല എന്നായിരുന്നു BJP നേതാക്കളുടെ വാദം. ഇത് പൊളിക്കുന്ന തരത്തിൽ പ്രധാന പ്രതി വിഷ്ണു ശബരിമല സമരകാലത്ത് അടക്കം BJP RSS അനുകൂല ആശയങ്ങൾ പ്രചരിപ്പിച്ച ചിത്രങ്ങളടക്കം പുറത്തുവിടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ജനൻ TVയുടെ ധർമ്മ വിജയം എന്ന ശബരിമല സമരത്തിൻ്റെമായി ബന്ധപ്പെട്ട ചിത്രമടക്കം പുറത്ത് വിട്ടാണ് ഡിവൈഎഫ്ഐ ഇതിനെ പ്രതിരോധിക്കുന്നത്. എന്തായാലും ഡിവൈഎഫ്ഐ നേതാക്കൾ വീണ്ടും ആവർത്തിക്കുകയാണ്, ഇത് രാഷ്ട്രീയ കൊലപാതകം തന്നെയാണ്. ജിതിന്റെ മൃതദേഹം ഇപ്പോൾ കോന്നി താലൂക്ക് ആശുപത്രിയിലെ മോർച്ചറിയിലാണ് സൂക്ഷിച്ചിരിക്കുന്നത്. ശേഷം നാളെയാണ് സംസ്കാരം നടക്കുക. CPIMന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ അടക്കമുള്ള ആളുകൾ ഈ സംസ്കാര ചടങ്ങുകളിൽ പങ്കെടുക്കാൻ നാളെ എത്തിച്ചേരുമെന്നാണ് CPIMന്റെ ജില്ലാ നേതൃത്വം അറിയിക്കുന്നത്. ശരി, ശ്രീകുമാറാണ് ആ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. ഇതിൽ കൂടുതൽ ആരോപണങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രത്യാരോപണങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. ആരാണ് കൃത്യമായി ഇതിന് പിന്നിലെന്നും കണ്ടെത്തേണ്ടതുണ്ട്. നാളെയാണ് മറ്റ് സംസ്കാര ചടങ്ങുകളൊക്കെ നടക്കുന്നത്. ശ്രീകുമാറിനാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.